Hey there, this is Ebin here and welcome back once again. So I believe that you got the idea behind HTML tags. So HTML tags എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഈ ബോഡി ടാഗ് പോലെ തന്നെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ചില ടാഗ്സ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഈ ടാഗ്സ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ ടാഗ്സ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായാൽ മാത്രം മതി. HTML വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല. ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML ഇമേജസ്, അതായത് ഒരു വെബ്സൈറ്റിൻ്റെ നമ്മൾ ഒട്ടുമിക്ക വെബ്സൈറ്റുകളും ഇമേജസും ഫോട്ടോസും വീഡിയോസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ഇമേജസ് എങ്ങനെയാണ് ഒരു വെബ് പേജിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇമേജ് കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, IMG ടാഗാണ് ഉപയോഗിക്കുന്നത്. IMG എന്ന് പറഞ്ഞ ടാഗ് ജസ്റ്റ് കൊടുക്കാം. ഈ ഒരു ടാഗ് ക്ലോസ് ചെയ്യേണ്ടാത്ത ഒരു ടാഗാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ടാഗുകൾ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട, ലൈക്ക് BRHR പോലത്തെ ഒരു ടാഗാണ് IMG ടാഗും. IMG ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ഇമേജ് ആൾറെഡി ഈ ഒരു ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. IMG, അതായത് ഈ index.html ഏത് ഫോൾഡറിലാണോ അതേ ഫോൾഡറിൽ തന്നെ img.jpg എന്ന് പറഞ്ഞൊരു JPG എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഫോർമാറ്റാണ്. ഞാൻ ആദ്യത്തെ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PNG, JPG, അതുപോലത്തെ GIF എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇമേജ് ഫോർമാറ്റ്സ് അവൈലബിൾ ഉണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഇമേജ് ഫോർമാറ്റാണ് JPG. ഞാൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡമ്മി ഇമേജ് മാത്രമാണ്. ഈ ഒരു ഇമേജാണ്. ഓക്കെ, കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജാണിത്. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇമേജാണ് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഇമേജാണ് ഞാനിവിടെ വെബ് പേജിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇമേജസ് നമുക്ക് എംബഡ് ചെയ്യണമെങ്കിൽ ഇൻ കേസ് JPG ഇമേജ് ആണെങ്കിലും PNG ഇമേജ് ആണെങ്കിലും GIF ആണെങ്കിലും ഏത് ടൈപ്പുള്ള ഇമേജസ് ആണെങ്കിലും നമ്മൾ എംബഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കേണ്ടത് IMG ടാഗാണ്. ഓക്കെ, ഇമേജ് ടാഗാണ്, IMG ടാഗാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ IMG ടാഗ് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും വരത്തില്ല. അതിന് പകരം അതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കണം. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആങ്കർ ടാഗ് ഒക്കെ ഉപയോഗിക്കുമ്പം എന്തെങ്കിലും ഒരു സോഴ്സിലേക്ക് കൊടുക്കണമെങ്കിൽ A എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് HREF. ഓക്കെ, HREF എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഇതുപോലത്തെ ഇമേജസ്, വീഡിയോസ്, അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നെങ്കിൽ SRC എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു HTML പേജ്, അങ്ങനത്തെ കാര്യങ്ങൾ, HTML അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പേജസ് ആണെങ്കിൽ, ഒരു വെബ് പേജ്, അങ്ങനത്തെ എന്തെങ്കിലും ഹൈപ്പർ ടെക്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ HREF ആണ് ഉപയോഗിക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇൻ കേസ് ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും CSS ആണെങ്കിലും മറ്റെന്ത് ടൈപ്പ് ഓഫ് ഫയൽസ് ആണെങ്കിലും അതിന് SRC എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. SRC. ഓക്കെ, SRCയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ സോഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല, സോഴ്സ്. ഓക്കെ, SRC എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഈക്വൽ ടു ഇട്ട് നമ്മൾ HREF എഴുതുന്ന പോലെ തന്നെ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് ഇതിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഒരു ഡോട്ട് ഇടുക, സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഡയറക്ടറിയിലുള്ള എല്ലാ ഫയൽസും ഇവിടെ കാണിക്കും. ഓക്കെ, ഇൻ കേസ് ഞാനിവിടെ വേറെ എന്തെങ്കിലും ഫയൽസ് ക്രിയേറ്റ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ img.jpg എന്ന് കൊടുത്തിട്ടുണ്ട്. JPG ആണെങ്കിലും JPEG ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഫയൽസിൻ്റെ എക്സ്റ്റൻഷനും കൂടെ ഉണ്ടായിരിക്കും. img.jpg എന്നാണെങ്കിൽ JPG കൊടുക്കുക, PNG എന്നാണെങ്കിൽ PNG കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ image.jpg എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് S കൊടുക്കുകയാണ്, സേവ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, സൂം ഔട്ട് ചെയ്തപ്പോൾ ഒരുപാട് സൂം ആയിട്ടായിരുന്നു വരുന്നത്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ സൂം ഔട്ട് ചെയ്തപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് IMG1 എന്ന് ഞാൻ ഇമേജിൻ്റെ നെയിം മാറ്റുവാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ IMG1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. IMG1 കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ IMG എന്ന് പറഞ്ഞ ഫയൽ ഇല്ലെങ്കിൽ ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല, വേറെ എന്തെങ്കിലും ഫയൽ കൊടുക്കാം. ഡാറ്റ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഡാറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സേവ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇവിടെ ഈ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ഒന്നും കാണിക്കുന്നില്ല. എംറ്റി ആയിട്ടൊരു പേജാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇൻ കേസ് ഈ ഒരു പേജ് അവൈലബിൾ അല്ലെങ്കിലും യൂസേഴ്സിന് ഈ ഒരു പേജ് ഇങ്ങനെ എംറ്റി ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ എന്താണ് പ്രശ്നം, എന്തോ പ്രശ്നമുള്ള പോലെ തോന്നും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ആൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് മാസ്റ്റർ G എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ കേസ് ഈ ഒരു ഇമേജ് ആബ്സെൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാസ്റ്റർ G എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതായത് ഈ ഒരു ഇമേജ് ആബ്സെൻ്റ് ആണെങ്കിൽ ഈ ഒരു ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് അവിടെ കാണിക്കും. ഇൻ കേസ് ആ ഒരു ഇമേജ് പ്രസൻറ്റ് ആണെങ്കിലോ നമുക്ക് നോക്കാം. img.jpg എന്ന് കൊടുക്കാം. ഓക്കെ,
ഈ ഒരു ഇമേജ് ഇവിടെ പ്രസൻ്റ് ആണ്. ആക്ച്വലി ഇങ്ങനെ ഒരു ഇമേജ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുവാണ്. സേവ് ചെയ്ത് കഴിയുമ്പം ആ ഒരു ഇമേജാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് വന്നിട്ടില്ല. ഓക്കെ, സോ ആൾട്ട് എന്ന് പറഞ്ഞ ടാഗ് ഈ ഒരു ഇമേജ് ആപ്സിൻ്റെ ആണെങ്കിൽ ഇൻ കേസ് ബ്രൗസറിന് ചില ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നെറ്റ്വർക്കിൽ റൺ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കും, ഇല്ലെങ്കിൽ ഈ ഒരു ഫയൽ അവിടെ ഉണ്ടായിരിക്കില്ല, അങ്ങനെയുള്ള ചിലപ്പോൾ അത് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് അതിൻ്റെ അകത്ത് കൊടുക്കാവുന്നതാണ്. ALT എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുക്കുക. അതിനുശേഷം ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എന്ത് ടെക്സ്റ്റാണോ കൊടുക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് ആൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാനുള്ളൊരു ടെക്സ്റ്റിൻ്റെ ഒരു ഇതാണ്. ഇനി നമുക്കിതിന് വിട്ടും ഹൈറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരുപാട് വലുതായിട്ടാണ് വരുന്നത്. ഇതിനിപ്പോൾ എനിക്ക് ഒരു പെർട്ടിക്കുലർ വിട്ടും ഹൈറ്റും കൊടുക്കണമെങ്കിൽ നമുക്ക് വിട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും ഉപയോഗിക്കാം. ഓക്കെ, ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് സ്റ്റൈലിൽ ഡയറക്റ്റായിട്ട് തന്നെ വിട്ടും ഹൈറ്റും കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ ഡയറക്റ്റായിട്ട് വിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, വിട്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് പിക്സൽസിലാണ് നമ്മൾ മോസ്റ്റ്ലി എല്ലാത്തിലും വിട്ട് കൊടുക്കുക. PX എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 200 PX കൊടുക്കുവാണ് വിട്ട്. ഓക്കെ, ഇവിടെ വിട്ട് ചേഞ്ച് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ വിട്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ ആക്ച്വൽ ഫയലിൻ്റെ വിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഹൈറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഹൈറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇത് റെക്റ്റാങ്കിൾ അല്ല, ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഹൈറ്റും വിട്ടും 200 എന്ന് PX കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഹൈറ്റും വിട്ടും 200 PX എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, സ്ക്വയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് 400 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കൂട്ടാൻ പറ്റും. ജസ്റ്റ് ഞാൻ 800 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇതുപോലെ നമുക്ക് ഹൈറ്റും വിട്ടും ഇതുപോലെ ഇമേജ് ടാഗിൽ തന്നെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. ഇനി നമുക്ക് ഈ ഒരു രീതിയിലല്ലെങ്കിലും സ്റ്റൈൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ഹൈറ്റും വിട്ടും കൊടുക്കാൻ സാധിക്കും. സ്റ്റൈൽ ടാഗ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് സ്റ്റൈൽസ് ഉപയോഗിക്കുന്നത്? നമ്മുടെ CSS സ്റ്റൈൽസ് കൊടുക്കാനായിട്ടാണ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം STY. ഓക്കെ, സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് വിട്ടും ഹൈറ്റും ഡിഫൈൻ ചെയ്യാം. വിട്ടും ഹൈറ്റും ആക്ച്വലി CSS പ്രോപ്പർട്ടീസാണ്. CSS പ്രോപ്പർട്ടീസ് എപ്പോഴും എഴുതുമ്പോഴും കോളനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുപോലെ സോ CSS പ്രോപ്പർട്ടി വിട്ടും ഹൈറ്റും ആക്ച്വലി CSS പ്രോപ്പർട്ടീസാണ്. വിട്ട് നമുക്ക് എത്രയാണ് 120 PX ആണെങ്കിൽ അത്രയും കൊടുക്കുക. അതല്ലെങ്കിൽ ഞാനിപ്പോൾ 200 PX കൊടുക്കാൻ പോകും. ജസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഡിഫാൾട്ട് സൈസിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വിട്ട് 200 കൊടുക്കുവാണ് PX. അതിനുശേഷം ഈ ഒരു കോളൻ്റെ അപ്പുറത്ത് അടുത്ത പ്രോപ്പർട്ടി നമ്മൾ എഴുതുക, ഹൈറ്റ് എഴുതുക. ഓക്കെ, ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 200 PX കൊടുക്കുവാണ്. ഓക്കെ, നമുക്ക് ഹൈറ്റ് 800 കൊടുത്ത് നോക്കാം. 800 PX കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ വിട്ട് ഹൈറ്റ് ചേഞ്ച് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിക്സൽസിൽ വന്നിട്ട് അത് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ HTML ഫയലിൻ്റെ അകത്ത് ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യുക. ഇമേജസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ വെബ്സൈറ്റിലും യൂസ് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് ഈ ടാഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ പല സ്ക്രീൻ വിട്ടുകൾക്ക് എങ്ങനെയാണ് പല തരത്തിലുള്ള ഇമേജസ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്ക്രീൻ വിട്ട് ഒന്നും ബാധകമല്ല. സ്ക്രീൻ വിട്ടുകളുള്ള ഇമേജസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെബ് ബ്രൗസറിൽ, അതായത് ഒരു സിസ്റ്റത്തിൽ ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ പേജ് ഉണ്ടായിരിക്കും, നല്ല വലിപ്പമുള്ള ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വലിപ്പമുള്ള സ്ക്രീനിൽ ലോഡ് ചെയ്യാനായിട്ട് ഒരു ഇമേജും വലിപ്പം കുറഞ്ഞ സ്ക്രീൻ, അതായത് വിട്ട് കുറഞ്ഞ സ്ക്രീനുകൾ ലോഡ് ചെയ്യാനായിട്ട് വേറൊരു ഇമേജസ് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് HTML വെച്ച് പോസിബിളാണ്. നമുക്ക് നോർമലി CSS വെച്ച് അതെല്ലാം പോസിബിളാണ്. ജാവാസ്ക്രിപ്റ്റും വെച്ച് പോസിബിളാണ്. പക്ഷേ HTML വെച്ച് തന്നെ HTML5 അങ്ങനത്തെ ഒരു ഫീച്ചറുണ്ട്. ആ ഒരു HTML5 വെച്ചിട്ട് നമുക്കിത് പോസിബിളാണ്. ഓക്കെ, സോ അത് എങ്ങനെയാണെന്നാണ് അടുത്ത ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് സെക്ഷൻ. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.